Answer any 6 questions from 22 to 29. Each question carries 5 scores. നമുക്കിനി 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നോക്കേണ്ടത്. ABCD is a rectangle. Sides are 1 cm and 2 cm. CM is perpendicular to the diagonal BD. What is the length of diagonal? If angle ADB equal to X, then what are the angles of triangle CMB? What is the area of triangle ABD? Find the area of triangle BMC. ഇതാണ് നമ്മുടെ ഫിഗർ. റെക്റ്റാങ്കിളിൻ്റെ സൈഡിൽ ലെങ്ത്ത് 2 സെൻറ്റിമീറ്റർ എന്നും ബ്രെഡ്ത്ത് 1 സെൻറ്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട്. ബി ഡി കാണാൻ വേണ്ടിയിട്ട്, ഡയഗണൽ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുക്കുക, എ ബി ഡി എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിൾ എടുക്കുക. ബി ഡി കാണാൻ വേണ്ടിയിട്ട് ബി ഡി ഹൈപ്പട്ന്യൂസ് ആണ്, ഇത് ബേസും ഇത് ആൾട്ടിറ്റ്യൂഡുമാണ്. ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അങ്ങനെ റൂട്ട് 5 ആണ് നമുക്ക് ഡയഗണൽ കിട്ടുക. അടുത്തത് ട്രയാങ്കിൾ എ ഡി ബി. എ ഡി ബി എന്ന് പറയുമ്പം എ ഡി ബി ഈ ട്രയാങ്കിൾ എടുക്കുക. ഈ ട്രയാങ്കിളിലെ ആംഗിൾ എ ഡി ബി, ആംഗിൾ എ ഡി ബി ഇവിടെ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇത് നമുക്കറിയാം തീർച്ചയായിട്ടും ഇത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുക? 90 മൈനസ് എക്സ് ആണ് ഉണ്ടാവുക. ഇവിടെ എൽ ഷേപ്പ് വരുന്നതാണ്. ഇവിടെ ഫിക്സ്ഡ് റെക്റ്റാങ്കിളിനും സ്ക്വയറിനും ഇവിടെ 90 ഡിഗ്രിയാണ് ഉണ്ടാവുക. അപ്പോൾ ക്വസ്റ്റ്യനിലെ ആംഗിൾ എ ഡി ബി എക്സ്, ദെൻ വാട്ട് ആർ ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ സി എം ബി. സി എം ബിയിലാണ് ചോദിക്കുന്നത്. അപ്പോൾ സി എം ബിയിൽ ചോദിക്കുമ്പോൾ നമുക്കിവിടെ 90 ആണെന്ന് അറിയാം. പിന്നെ ഇവിടെ എക്സ് ആകുമ്പോൾ ഇവിടെ എക്സ് ആണെന്നറിയാം. ഓൾട്ടർനേറ്റ് ആംഗിളാണ്. ഇതും ഇവിടെയുള്ളതും സെയിം ആയിരിക്കും. ഇവിടെ 90 മൈനസ് എക്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എക്സ് ആകുമ്പോൾ ഇവിടെ എക്സ്, ഇവിടെ ഈ വരയില്ല എന്ന് ഓർമ്മിച്ച് കഴിഞ്ഞാൽ ഇവിടെ എക്സ് ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ എക്സ് ആകുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? 90 മൈനസ് എക്സ്. അപ്പോൾ ആംഗിളിൻ്റെ മെഷർമെൻറ്റ് എന്താണ് കിട്ടുക? എക്സ് 90 മൈനസ് എക്സ് 90. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഹാഫ് ബി എച്ച് ആണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹാഫ് ബി എച്ച് ആണ്. ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ദ ട്രയാങ്കിൾ ഏരിയ എ ബി ഡി എന്നാണ് ചോദിക്കുന്നത്. എ ബി ഡിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും, എ ബി ലെങ്ത്ത് ഹൈറ്റാണ്. അപ്പം നമ്മുടെ ട്രയാങ്കിളിൻ്റെതാകുമ്പോൾ ഹാഫ് ബി എച്ച് ആണ്. ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് വരും. ഹാഫ് 2 ഇൻറ്റു 1 സ്ക്വയർ മീറ്റർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ബി ഡി ഈസ് ടു ബി സി എന്താണ്? റൂട്ട് 5:1 ആണ് വരിക. 5:1 ബി ഡി ഈസ് ടു ബി സി ആണ്. ബി ഡി എന്ന് പറയുന്ന മെഷർമെൻറ്റ് എന്ന് പറയുമ്പം ഈ ഡയഗണലാണ്. ഇത് ബി ഡി ആണ്, ഇത് ബി സി ആണ്. ഇവിടെ 1 തന്നിട്ടുണ്ട്, അപ്പോൾ ഇവിടെയും 1 തന്നെ ആയിരിക്കും. ഈ ഡയഗണൽ റൂട്ട് 5 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ റേഷ്യോ വരിക റൂട്ട് 5:1 ആണ്. റേഷ്യോ ഓഫ് ഏരിയാസ് ഓഫ് ട്രയാങ്കിൾ സി എം ഡി ആൻഡ് ട്രയാങ്കിൾ ബി എം സി ഓൾസോ റൂട്ട് 5:1 ആണ്. റൂട്ട് 5:1 എന്ന് പറയുന്ന സമയത്ത് റൂട്ട് 5ൻ്റെ സ്ക്വയർ 5 ആണ്, 1ൻ്റെ സ്ക്വയർ 1 തന്നെ വരിക. അപ്പോൾ അത് 5:1 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി എം സി എന്ന് പറയുന്നത് 1/5 സ്ക്വയർ മീറ്റർ കിട്ടും. 1/5 അതായത് 1/5 ഭാഗമാണ് അതുണ്ടാവുക. Question number 23. Two circles of radius 14 cm and 2 cm centered O are drawn in the figure. Another circle drawn with the dots divides the area of region in between the circles equally. Find area of inner and outer circle. നമുക്കറിയാം ഉള്ളിലുള്ളതിൻ്റെ റേഡിയസ് 2 ആണ്, വലുതിൻ്റെ റേഡിയസ് 14 ആണ്. അപ്പോൾ ഇതിൻ്റെ 14 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇത്ര വരെ ഉള്ളത് ഓർമ്മിക്കേണ്ട കാര്യം, ഇവിടുന്ന് ഇത്ര വരെ 14 ആണ്, ഇവിടുന്ന് ഇത്ര വരെ 2 ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വലുതെന്ന് ചെറുത് മൈനസ്, അതായത് ഇവിടുന്ന് നമുക്കിത് ഈ ഗ്യാപ്പിൻ്റെത് കിട്ടാൻ വേണ്ടിയിട്ട് അത്രയും മതി. ഫൈൻഡ് ഏരിയ ഓഫ് ഇന്നർ ആൻഡ് ഔട്ടർ സർക്കിൾ. വാട്ട് ഈസ് ദ ഏരിയ ഇൻ ബിറ്റ്വീൻ ഇന്നർ ആൻഡ് ഔട്ടർ ആംഗിൾ? നമുക്കതിൻ്റെ രണ്ടിൻ്റെയും ഇത് കണ്ടുപിടിക്കാം. ഏരിയ കാണാൻ പൈ r² ആണ്. ഒരെണ്ണത്തിൻ്റെ പൈ സ്മോൾ സർക്കിളിൻ്റെത് 2² ആണ് വരിക. പൈ 2² വരും. വലുതിൻ്റെത് പൈ 14² എന്നാണ് വരിക. ഇപ്പോൾ 196 പൈ ആണ്. 14ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 196 ആണ് വരിക. വാട്ട് ഈസ് ദ ഏരിയ in between inner and outer circles? If the radius of the dotted circle is r, then what is the area of shaded part? Find the radius of dotted circle. അപ്പോൾ ഓരോന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഏരിയ ഓഫ് സർക്കിൾ നമുക്കറിയാം πr² ആണ് ഇക്വേഷൻ. ഏരിയ ഓഫ് ഇന്നർ സർക്കിൾ എന്ന് പറയുന്നത് πr²ൻ്റെ ആറിന് പകരം 2² ഇട്ട് കൊടുക്കുക. അപ്പോൾ 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. നമുക്ക് ചെറിയ സർക്കിളിൻ്റെ ഏരിയ കിട്ടുക. അതുപോലെ ഔട്ടർ സർക്കിളിൻ്റെത് πr², π × 14² ആണ്, 196 കിട്ടും.
നമ്മൾ വലിയ ഏരിയയിൽ നിന്ന് ചെറിയ ഏരിയ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 192 ആണ് കിട്ടുക. അതാണ് നമ്മുടെ ഏത് വരിക, നമ്മുടെ ഷെയ്ഡഡ് പാർട്ടിൻ്റെ വരിക പൈ ആർ സ്ക്വയർ മൈനസ് പൈ ടു സ്ക്വയർ. അതായത് ആർ എന്ന് പറയുന്ന റേഡിയസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഷെയ്ഡഡ് പോർഷൻ വരെയുള്ളതാണ് തന്നിട്ടുള്ളത്. നമ്മുടെ ഈ പിക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളോട് ഇവിടുന്ന് മുതൽ ഇത്ര വരെ ആർ എടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇത് ആർ സ്ക്വയർ മൈനസ് ടു സ്ക്വയർ വരും. സബ്ട്രാക്ട് ചെയ്തപ്പോൾ 192 പൈ കിട്ടും. പൈ ആർ സ്ക്വയർ മൈനസ് പൈ ടു സ്ക്വയർ എന്ന് പറയുന്നത് 192/2 ആണ് പൈ കിട്ടും. അതായത് നമുക്ക് അവിടെ തന്നിരിക്കുന്ന ആദ്യത്തെ നമ്മൾ റിങ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏകദേശം ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്കത് വലിയ സർക്കിളിൻ്റെ ഏരിയയിൽ നിന്ന് ചെറിയ സർക്കിളിൻ്റെ ഏരിയ കുറക്കുന്ന വിധത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് കുറച്ചും കൂടെ മാറ്റമുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് ഓർമ്മിക്കാം. അപ്പോൾ നമ്മുടെ ആ പൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മളോട് ഷെയ്ഡ് ചെയ്ത പാർട്ട് വരെയുള്ള ലെങ്ത്ത് 6 എടുക്കാനാണ് പറയുന്നത്. അതുകൊണ്ടാണ് പൈ ആർ സ്ക്വയർ മൈനസ് പൈ ടു സ്ക്വയർ എന്ന് എഴുതുന്നത്. പൈ ആർ സ്ക്വയർ മൈനസ് 4 പൈ അത് 192/2 പൈ ആണ് കിട്ടുക. പൈ ആർ സ്ക്വയർ എന്ന് 4 പൈ അത് 96 പൈ കിട്ടും. ഇനി നമുക്കിതിൻ്റെ വാല്യൂ കാണാനുണ്ട്, റേഡിയസ് കാണണം. അപ്പോൾ പൈ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ 4 പൈ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് അതായത് ഈക്വൽ ടു അപ്പുറം പോകുമ്പോൾ 96 + 4 പൈ = 100 പൈ വരും. ആർ സ്ക്വയർ കാണുമ്പോൾ 100 പൈ ഈ പൈ എന്ത് പോകും, അങ്ങോട്ടേക്ക് പോകുമ്പോൾ പൈയിലേക്ക് പോകും. അങ്ങനെ 100 പൈയിൽ ഈ പൈയും കട്ടായിട്ട് 100 മാത്രമേ ബാക്കിയുണ്ടാവും. ആർ സ്ക്വയർ 100 ആകുമ്പോൾ ആർ എന്താ വരിക, 10 ആണ് വരിക. ഒരേ നമ്പർ ഇൻറ്റു ചെയ്താൽ കിട്ടുന്ന നമ്പർ നോക്കിയിട്ടാണ് ആർ സ്ക്വയർ = 100 ആകുമ്പം ആർ എന്ന് പറയുമ്പോൾ എന്താ വരിക, √100 എന്നാണ് വരിക. √100 എന്ന് പറയുമ്പോൾ ഏതെങ്കിലും രണ്ട് സംഖ്യകൾ, ഇപ്പോൾ 2 2s are 4, 3 3s are 9, 4 4s are 16, 5 5s are 25, 6 6s are 36, 7 7s are 49, 8 8 are 64, 9 9s are 81, 10 10s are 100. അപ്പോൾ 100 കിട്ടുന്ന സ്ക്വയർ റൂട്ട് വരുന്ന നമ്പർ ഏതാണ്, 10 ആണ്. അപ്പോൾ ഇതേപോലെയുള്ള സ്ക്വയർസൊക്കെ പെട്ടെന്ന് കാണണമെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു ഐഡിയ ഉണ്ടാവണം. Question number 14. A and B are 2 points on the number line. Labeling -3 and 7. ഇവിടെ -3 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്. 5 equal triangles are drawn on upper and lower side. എന്തുണ്ട്, മുകളിലേക്കും താഴേക്കും ആയിട്ട് കുറേ ഈക്വൽ ട്രയാങ്കിൾ വരഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ 7 മുതൽ -3 വരെയുള്ളതാണ്. അപ്പോൾ 7 - -3 കണ്ടു കഴിഞ്ഞാൽ 10 ആണ് വരിക. വാട്ട് ഈസ് ദ ടോട്ടൽ പെരിമീറ്റർ ഓഫ് ഈക്വലേറ്റഡ് ട്രയാങ്കിൾ. അപ്പോൾ അതിൻ്റെ വാട്ട് ഈസ് ദ ടോട്ടൽ പെരിമീറ്റർ ഓഫ് ഈക്വലേറ്റഡ് ട്രയാങ്കിൾ. അപ്പോൾ അതിൻ്റെ സൈഡ് അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് ഈക്വലേറ്റഡ് ട്രയാങ്കിൾ കാണാൻ വേണ്ടി പറ്റൂ. പക്ഷെ അല്ലാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ കാണേണ്ട ഒരു വഴി വെച്ചാൽ 10 × 3 30 ആണ്. 10 ആണ് നമുക്ക് ഇവിടെയുള്ള ടോട്ടൽ ലെങ്ത്ത് വരിക. അപ്പോൾ അതിനെ നമ്മൾ 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 10 × 3 30 എന്ന് വരും. ഇഫ് ഓൾ ട്രയാങ്കിൾസ് ആർ ഈക്വൽ ദെൻ വാട്ട് ഈസ് ദ ലെങ്ത്ത് ഓഫ് സൈഡ്. അപ്പോൾ എല്ലാ ട്രയാങ്കിളും എന്താണ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ സൈഡ് എത്രയ്ക്ക്, ഇത് ഇവിടുന്ന് മുതൽ ഇത്ര വരെ 10 ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് 5 എണ്ണം വരയാൻ പറ്റും. അതായത് 2. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഓൾ ട്രയാങ്കിൾസ് ഈക്വൽ, എല്ലാം സെയിം ആണെങ്കിൽ നമുക്ക് 2 2 2 2 സൈഡ് വരുന്ന 5 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഡിസ്റ്റൻസ് കാണേണ്ട ഇക്വേഷൻ മോഡുലസ് ഓഫ് 7 - -3 ആണ്. അപ്പോൾ 7 - 3 എന്ന് പറയുന്നത് പ്ലസ് വരും. അങ്ങനെ 10 ആണ് ആൻസർ വരിക. അതുപോലെ പെരിമീറ്റർ കാണാൻ 10 × 3 30 വരും. എല്ലാ സൈഡും ഈക്വൽ ആയാലും നമ്മുടെ ഇതിൻ്റെ 5 ഭാഗം അത് ടോട്ടൽ 10 സെൻറ്റിമീറ്റർ ഉള്ളത്. അപ്പോൾ എല്ലാം ഈക്വൽ ആയിട്ടുള്ള ഭാഗം എന്ന് പറയുമ്പോൾ എത്ര വരിക, 2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് 5 പാർട്സ് ആക്കി മാറ്റാൻ പറ്റും. 25. P of x = ax² + bx + c and q of x = ax + b are two polynomials p of 0 1 q of 0 1 and p of -1 = q of -1. Find b, c, calculate a, write polynomial p of x and qx. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ക്വസ്റ്റ്യനിൽ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. നമ്മൾ ആദ്യം p of 0 1 കൊടുക്കുന്നു, q of 0 1, അതായത് എക്സിന് പ്ലേസിൽ p of x = 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സിൻ്റെ പ്ലേസിൽ 0 കൊടുത്താൽ അതിൻ്റെ ആൻസർ 1 ആയിരിക്കും എന്നാണ്. p of x = x² px + c എന്ന് എഴുതുക. q of x അതുകൊണ്ട് p of 0 എന്ന് പറയുമ്പോൾ 1 ആകുമ്പോൾ p of 0 എന്ന് പറഞ്ഞാൽ 1 ആൻസർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ 0 കൊടുക്കുമ്പോൾ ഇത് 0 ആയിട്ട് പോകും, ഇത് 0 ആയിട്ട് പോകും. സി എന്നുള്ള നമ്പർ മാത്രമേ ബാലൻസ് ഉള്ളൂ, അതുകൊണ്ട് c 1 കിട്ടും. q of 0 എന്ന് പറയുമ്പം ഈ x 0 ആയിട്ട് പോകും, പിന്നെ b മാത്രമേ ഉണ്ടാവും. ബീൻ്റെ വാല്യൂ എന്ത് കിട്ടും, 1 കിട്ടും. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, p of 1 ഉം q of 1 ഉം സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് കാണണം, അതിനകത്ത് ബാക്കിയുള്ളതിൻ്റെ വാല്യൂയും ബിയും സിയും ഒക്കെ കാണാനാണ് പറയുന്നത്. അപ്പോൾ അതിൽ p of 1 = q of -1 എടുക്കുക. എന്നിട്ട് എക്സിൻ്റെ പ്ലേസിലൊക്കെ നമ്പർ വാല്യൂസ് തന്നെ ഇടുക. ഇവിടെ എത്തുമ്പോൾ a - b + 1 = -a + 1 എന്നാണ് കിട്ടുക. അതിൽ മൈനസ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 2a വരും. 2a മൈനസ് പിന്നെ ബീൻ്റെ വില നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് 1 എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അവിടെ 1 ഇട്ട് കൊടുക്കുക. അതുപോലെ സീൻ്റെ വിലയും 1 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ a - b എന്ന് പറഞ്ഞിട്ട് ബീൻ്റെ വില 1 ഇട്ടു +1. അപ്പോൾ പിന്നെ ഈ -1 അങ്ങോട്ടേക്ക് പോയി.
ഈ -1 കട്ടായി പോയിട്ട് 2a, ഈ മൈനസ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 2a പ്ലസ് എ എന്ന് വരും. a+a 2a = 1 കിട്ടും. എ എന്ന് പറയുമ്പോൾ 1/2 ആണ് കിട്ടുക. അടുത്തത് പോളിനോമിയൽ കാണാൻ വേണ്ടിയിട്ടാണ്. p(x) എന്ന് പറയുമ്പോൾ x² + bx + c ആണ്. അതിന് എന്റെ സ്ഥാനത്ത് ഹാഫ് കിട്ടിയിട്ടുണ്ട്. ½ x². ബിൻ്റെ സ്ഥാനത്ത് 1 ആണ്. സിൻ്റെ സ്ഥാനത്ത് 1 തന്നെയാണ്. q(x) എന്ന് പറയുമ്പോൾ x + b ആണ്. എൻ്റെ വാല്യൂ ഹാഫ് ആണ്. ½ x + 1. അടുത്തത് 26. റേഡിയസ് ഓഫ് സർക്കുലർ ഡിസ്ക് ഈസ് ഷോൺ 10 cm. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ 2 ഈക്വൽ പാർട്സ്. 8 ഈക്വൽ പാർട്ട്. നമുക്കറിയാം ഇതിൻ്റെ റേഡിയസ് 10 ആണ്. വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് സെക്ടർ എന്ന് പറയുമ്പോൾ സെൻട്രൽ ആംഗിൾ 8 പാർട്ടാക്കിയിട്ടുണ്ട്. ടോട്ടൽ 360 ഡിഗ്രിയാണ്. അതിന് 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 45 കിട്ടും. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് സെക്ടർ? സെക്ടറിൻ്റെ ഏരിയ കാണേണ്ട ഇക്വേഷൻ πr² × x/360 ആണ്. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. നമ്മുടെ ക്വസ്റ്റ്യൻ 360/8 45 ആണ്. ഏരിയ ഓഫ് സെക്ടർ എന്ന് പറയുമ്പോൾ πr² × x/360. r എന്ന് പറയുമ്പോൾ 10² ആണ്. അതിൻ്റെ വാല്യൂസ് ഇവിടെ ഇട്ട് കൊടുക്കാൻ മാത്രമേ വേണ്ടൂ. റേഡിയസ് 10 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ π × r 10² × x എന്ന് പറയുമ്പോൾ 45. അതായത് 1 ആംഗിൾ 8 പാർട്ടാക്കിയാൽ ഒരു ആംഗിൾ 45 ഇരിക്കും. 45/360. ഈ 45/360 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 എന്ന് പറയുന്ന നമ്പർ 360 8 പ്രാവശ്യമാണ് പോവുക. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ 1/8 എന്ന് ഇടാം. പിന്നെ 100ൻ്റെ സ്ക്വയർ 10ൻ്റെ സ്ക്വയർ 100 ആണ്. 100π/8 ആണ് ആൻസർ വരിക. അടുത്തത് ഏരിയ ഓഫ് ഷെയ്ഡഡ് പാർട്ട്. ഏരിയ ഓഫ് ഷെയ്ഡഡ് പാർട്ട് എന്ന് പറയുന്ന സമയത്ത് അവിടെ ടോട്ടലായിട്ട് വരുന്നത് 4 പാർട്ടാണ്. ഹാഫ് സർക്കിളാണ്. നമ്മുടെ പിക്ചർ അത്ര ക്ലിയർ അല്ല. അതിൽ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ടാണ്. എവിടെയാണെന്ന് അറിയില്ല. അതിൻ്റെ 4 പാർട്ട് നമുക്ക് ഇഷ്ടമുള്ള എടുക്കുന്നത്. ഈ 4 പാർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഇത് ഇങ്ങനെയുള്ളത് എങ്ങനെയായാലും 4 പാർട്ടാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുമ്പം ഏരിയ ഓഫ് ഷെയ്ഡഡ് പാർട്ട് = 4 പ്രാവശ്യം. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് ഒരെണ്ണത്തിൻ്റെയാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനത്തെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 8 എണ്ണം വേണ്ട, ഫുൾ സർക്കിൾ വേണ്ട. അവിടെ ഉള്ളതിൽ കിട്ടിയ പെരിമീറ്ററിന് എന്ത് ചെയ്യണം? 6 കൊണ്ട് മൾട്ടിപ്ലൈ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം ഹാഫ് സർക്കിളാണ്. 8 ആക്കിയിട്ട് മാറ്റിയിട്ട് 4 എണ്ണമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പം 4 കൊണ്ട് എന്ത് ചെയ്താൽ മതി? ആ കിട്ടിയ നമ്പർ 100π/8 ചെയ്യാം. 400/8 എന്ന് കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഈ 4 ഈ 8ൽ 2 പ്രാവശ്യം. അപ്പം 100/2 = 50. അങ്ങനെയും ചെയ്യാം. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 11 ആൻഡ് ഇറ്റ് സൈഡ്സ് ഇൻ ദ റേഷ്യോ 2:3:4. ആദ്യം എന്ത് ചെയ്യാം? 11 cm ഉള്ള ഒരു ലൈൻ വരക്കാം. നല്ല നീറ്റായിട്ട് വരക്കണം. എന്നിട്ട് നമുക്ക് റേഷ്യോ 2:3:4 ആണ്. നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ 2:3:4 ആണ്. അപ്പോൾ അതിൽ 2, 3, 5, 4, 9 cm എടുക്കുക. ഇങ്ങോട്ടേക്ക് ചെരിഞ്ഞ വരാം. ആ ചെരിവ് അത്രയൊന്നുമില്ല. എത്ര വേണമെങ്കിലും ചെരിഞ്ഞിട്ട് എടുക്കുക. സുമാർ ഒരു 30 40 ഒക്കെ എടുത്താൽ മതി. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക? 2 cm. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് എത്ര? 9 ആണ്. അപ്പോൾ 2 പിന്നെ 3 4. ഇപ്പോൾ 2 3 4 2 3 5 4 9. എന്നിട്ട് എന്ത് ചെയ്യുക? വെറുതെ ഇങ്ങനെ യോജിപ്പിക്കുക. ഇതിന് പാരലായിട്ട് സെറ്റ് വെച്ചിട്ടോ ഇതിന് ഇങ്ങനെ വരയാം. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും വരയാം. അപ്പോൾ എന്താണ്? ഇതെല്ലാം പാരലൽ ലൈൻസ് ആയിരിക്കും. അതിനെയാണ് 3 മാർക്ക് ഉള്ളത്, 5 മാർക്ക് ഉള്ളത്. പേജ് നമ്പർ 20. ക്വസ്റ്റ്യൻ നമ്പർ 28. സൈഡ് ഓഫ് റെക്ടാങ്കിൾ 12 cm and 6 cm ഫോർ സർക്കുലർ ഡിസ്ക്. സർക്കുലർ പാർട്സ് ഓഫ് റേഡിയസ് 1 cm and സെൻട്രൽ അറ്റ് കോർണേഴ്സ് ആർ ഡ്രോ ആൻഡ് ഷെയ്ഡഡ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ റേഡിയസ് 1 cm എടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സർക്കുലർ ഡിസ്ക് ഇവിടെ ഇപ്പോൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ 1 വെച്ചിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. റേഡിയസ് 1 ആണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ പിക്ചറിൽ കാണുമ്പോൾ റേഡിയസ് 1 അല്ല ഉണ്ടാവുക. ഇത് മൊത്തം 6 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇത്ര വരെ 3ഉം ഇവിടെ നിന്ന് ഇത്ര വരെ 3ഉം ആണ് ഉണ്ടാവുക. അപ്പോൾ സർക്കുലർ പാർട്സ് ഓഫ് റേഡിയസ് 3 cm ആൻഡ് കോർണേഴ്സ് ആർ ഡ്രോ ആൻഡ് ഷെയ്ഡഡ്. അപ്പോൾ വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഷെയ്ഡഡ് പാർട്ട്? ഷെയ്ഡഡ് പാർട്ടിനെ കാണാൻ വേണ്ടിയിട്ട് അത് പൈയാണ് വരിക. കാരണം ഇവിടെ ഇപ്പോൾ ഇത് 1 ആണ്, ഇത് റേഡിയസ് 1 ആണ്. ഇതെല്ലാം കൂടി ആകുമ്പോഴൊരു ഫുൾ സർക്കിളാണ്. അവ πr². ഏരിയ ഓഫ് സർക്കിൾ ഫുൾ സർക്കിളാവും. πr² എന്ന് പറഞ്ഞാൽ π × 1². 1ൻ്റെ സ്ക്വയർ 1 തന്നെ. അപ്പോൾ π മാത്രമാണ് ആൻസർ വരിക. റേഡിയസ് 1 ആണെങ്കിൽ, റേഡിയസ് ഇപ്പം 3 ആണെങ്കിൽ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. ഇവിടെ കൃത്യമായിട്ട് അവർക്ക് വരുന്നതുകൊണ്ട് ഇത് 3 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് πr² എന്ന് പറഞ്ഞാൽ π × 3² 9π ആണ് ആൻസർ വരിക. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് റെക്ടാങ്കിൾ? റെക്ടാങ്കിളിൻ്റെ ഏരിയ കാണാൻ വേണ്ടി ലെങ്ത് × ബ്രെഡ്ത്ത് ആണ്. 12 × 6 വരും. 12 × 6 72 ആണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് അൺഷെയ്ഡഡ് പാർട്ട്. അൺഷെയ്ഡഡ് പാർട്ടിൻ്റെ കാണാൻ വേണ്ടിയിട്ട് ടോട്ടൽ 72 ആണ്. 72 എന്ത് മൈനസ് ചെയ്താൽ മതി? π മൈനസ് ചെയ്താൽ മതി. ഒരു π, അതായത് 3.14 അകത്ത് മൈനസ് ചെയ്ത ആൻസറായി. പക്ഷേ ഈ പിക്ചർ പ്രകാരം നമുക്ക് 3 എന്ന് പറയുന്നത് 3 ആണ് അവിടെ വരിക. റേഡിയസ് 1 അല്ല 3 ആണ്. ക്വസ്റ്റ്യനിൽ 1 എന്നുണ്ട്.
3 ആണ് റേഡിയസ് വരിക. ആ പ്രകാരമാണ് ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുള്ളത്. ഏരിയ ഓഫ് ഷെയ്ഡഡ് പാർട്ട് എന്ന് പറയുമ്പോൾ അത് 4 1/4 പീസ് സർക്കിൾ കൂടിയതാണ്. അപ്പം 4 × 1/4 πr² എന്ന് വരും. ഇവിടെ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് 1 തന്നിട്ടുണ്ട്. പക്ഷേ ഇത് മൊത്തം 6 എന്ന് പറഞ്ഞത് കൊണ്ട് ഇവിടെ 3യും 3യും പകുതിയായിട്ട് മാറും. അതുകൊണ്ടാണ് ഞാൻ ആ രീതി ചെയ്തിട്ടുള്ളത്. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ L × B ആണ്. ഏരിയ ഓഫ് അൺഷെയ്ഡഡ് പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ 72 - 9π ഷെയ്ഡ് ചെയ്ത സർക്കിളിൻ്റെ ഭാഗം കൊണ്ട് കട്ട് ചെയ്യണം. ലാസ്റ്റ് ആൻസർ ഇട്ട് 43.74 ആണ്. Look at the pattern of squares given below. Each square has a side 1 cm. What is the perimeter of the figure made by 4 squares? ഇവിടെ ഇപ്പോൾ ഒരു 1 2 3 4 അപ്പോൾ എല്ലാ സൈഡും 1 ആണെന്ന് പറയുന്നുണ്ട്. ആ 1 ആണെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ എത്രയാണോ ചോദിക്കുന്നത് ഈ ഒരു ഫിഗർ. ഇപ്പോൾ 1 2 3 4 ഉപയോഗിച്ചിട്ടുള്ളതിൻ്റെ പെരിമീറ്റർ എത്രയാണ്. അപ്പോൾ ഇവിടെ 1 നോക്കുക, പുറത്തുള്ളത് മാത്രം നോക്കിയാൽ മതി. ഇത് 1 + 1 ഈ സൈഡ് 2 ആവും, ഇത് 1 ആവും, ഇത് 1 ആവും, ഇത് 1 ആവും, ഇത് 2 ആവും, ഇത് 1 ആവും, ഇത് 1 ആവും, ഇത് 1 ആവും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ എന്തായി 2 + 1 3 4 5 7 8 9 10 എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. അടുത്തത് വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ ഫിഗർ മെയ്ഡ് ബൈ 6 സ്ക്വയർസ്. 6 സ്ക്വയർസിനാകുമ്പോൾ 14 വരും. കാരണം ഇവിടെ 1 1 ആകുമ്പോൾ ഇവിടെ 2 വരും, ഇതും 2 ആയിരിക്കും. ബാക്കി എല്ലാ സൈഡും 1 ഇവിടെ 1 ഇവിടെ 1 ഇവിടെ 1 ഇവിടെ എല്ലാം 1. അപ്പോൾ 1 2 3 4 5 7 8 9 10 11 12 15 15ഉം 1ഉം നമുക്ക് അങ്ങനെയാണ് നമ്മളിത് ആഡ് ചെയ്ത് പോകുക. 14 ആണ് വരിക. ടോട്ടലി കൗണ്ട് ചെയ്തെന്ന് തോന്നുന്നു. നമുക്ക് നോക്കിയാൽ ഇവിടെ 2 ഇവിടെ 2 4 വരും. 5 6 7 8 9 10 11 12 13 14 ആണ് വരിക. If there are 10 squares in such arrangement, what is the perimeter of this figure? അത് നമുക്ക് 2 × 8 + 6 എന്നുള്ള രീതിയിലാണ് കേട്ടോ. 2 × 8 + 6 2 × 8 + 6 എന്ന് പറയുമ്പോൾ 22 ആണ് ആൻസർ കിട്ടുക. അടുത്തത് വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ ഫിഗർ മെയ്ഡ് ബൈ n സ്ക്വയേഴ്സ്. n സ്ക്വയേഴ്സ് ആകുമ്പോൾ 2n + 2 എന്ന് കിട്ടും. 2n + 2 എന്ന് കിട്ടും. ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ സച്ച് ഫിഗർ മേക്ക് ദ പെരിമീറ്റർ 46. അപ്പോൾ 22. അപ്പം അങ്ങനെ 29 ക്വസ്റ്റ്യനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു മോഡൽ നന്നായിട്ട് പഠിക്കുക. ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിയത് കൊണ്ടാണ് ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ആൻസറൊക്കെ സമഗ്ര റിലീസ് ചെയ്യുന്നത്. ഓക്കെ, ബൈ.